ഇവിടെ ഞങ്ങൾക്ക് ഒരു വീഴ്ച KCAക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇല്ല ഞങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങളിൽ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ മനുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ല, വീഴ്ച പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. അന്ന് ഞങ്ങൾക്ക് പറ്റിയ വീഴ്ച ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാകാതിരിക്കാം. ഇവരെല്ലാവരും വന്ന് ഞങ്ങളുടെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ ഇതൊരു എന്താ പറയുക, കോച്ചിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സെലക്ഷൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് പറയുന്നു. എല്ലാവരും ഒരാൾ വരെ മനുവിനെ എന്ന് പറഞ്ഞിട്ടില്ല, എല്ലാവരും മനുവിനെ സപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതിനൊരു എന്താ പറയുക, ഒരു മുൻവിധിയോടെയോ അല്ലെങ്കിൽ ആ ഒരു സംഭവം ആ കുട്ടികളെയും പാരൻസിനെയും വിശ്വസിച്ചു. കാര്യം 12, 15, 10, 13 വയസ്സുള്ള കുട്ടികളാണ് പറയുന്നത് തിരിച്ചെടുക്കണം, ഇത് കള്ളവരറിയാണെന്നുള്ളത്. ഇത് ഞാൻ പറയുന്നത് വിത്ത് പ്രൂഫാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവർ പോലീസ് സ്റ്റേഷനിലും ഈ പറഞ്ഞ പാരൻസിലെല്ലാം പോയി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളത് കാണിച്ചു തരാം, ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ കുട്ടികളും ഈ മാതാപിതാക്കളും എല്ലാം പോയി ഈ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. പോലീസ് അത് നമ്മുടെ പോക്സോ കോടതിയിൽ ഹാജരാക്കി, കേസ് നടന്നു. അത് എനിക്ക് തോന്നുന്നു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റോ മൊഴി മാറ്റി പറഞ്ഞുകൊണ്ട് അതന്നത് മീൻസ് അങ്ങനെ മനുവിനെ കുറ്റവിമുക്തയായിട്ട് ഒരു അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൊരു ഓർഡർ വന്നു, ഈ ഒരു പ്രൊസീജിയർ. അപ്പോൾ അതുവരെയും കേസ് ചെയ്യാനില്ല, ഇങ്ങനെ സംഭവം ഇവിടെ പരാതി കിട്ടിയിട്ടില്ല. രണ്ടാമത് എന്തിനെടുത്തു എന്നുള്ള കാരണം ഇതാണ്. അവർ വന്ന് അവരുടെ ആവശ്യപ്രകാരമാണ് ഇത് തിരിച്ചെടുത്തത്. മനു കോച്ചിങ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. രണ്ടാമത് 2024 ഈ അടുത്ത് ഞാൻ കണ്ടിന്യൂ പറഞ്ഞു 2024 നമ്മുടെ പിങ്ക് ടൂർണമെൻറ്റിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഇപ്പോഴത്തെ പരാതിക്കാരി മനുവിനെ വെച്ച് കാണുകയും അതനുസരിച്ച് അവരും അവരുടെ മാതാവും കൂടി ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ പോയി അതനുസരിച്ച് പോലീസിൽ പോയി പരാതി കൊടുത്തു. നേരെ ഇവിടെ വന്ന് അന്ന് വിനോദാണ് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടറി വിനോദ സുകുമാറിന് മുമ്പിൽ ഈ പേരൻറ്റും കുട്ടിയും വന്നിട്ട് ഇങ്ങനൊരു സംഭവം നടന്നിരുന്നു. അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ഈ കുട്ടി പോലീസിൽ പോയി ചൈൽഡ് വെൽഫെയർ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് രണ്ടാമത്തെ ഈ ഒരു ഇപ്പോൾ നടന്ന ഇൻസിഡൻറ്റിൻ്റെ പരാതി കേസ് ചെയ്യാറുണ്ട്. അതിനനുസരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതുവരെ തന്നെ 2 പോലീസ് ഉദ്യോഗസ്ഥർ വന്നു ഇങ്ങനെ പരാതി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞു പേരൻസ്. അപ്പോൾ അവർ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അതിനകത്ത് നമ്മൾക്ക് ഒന്നും ചെയ്യാനുണ്ട്. ഓൾറെഡി ഒരു പോസ്റ്റ് കോഡ് നിയമം അനുസരിച്ച് നമ്മൾ അറിഞ്ഞാൽ അറിയിക്കണമെന്നാണ്. പക്ഷേ നമ്മുടെ അടുത്ത് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടാണ് വരുന്നതെന്നാണ്. അപ്പോൾ രണ്ടാമതൊരു കംപ്ലൈൻറ്റ് അത് റിട്ടേൺ അല്ല ഓൾറെഡി വന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോഴും ഞങ്ങൾ നിയമോപദേശം നേടി എന്താണ് ചെയ്യേണ്ടത്. ഇൻ ബിറ്റ്വീൻ പിറ്റേ ദിവസം പോലീസുകാർ അന്വേഷിക്കാൻ വന്നു. അതിൻ്റെ പിറ്റേ ദിവസം നമ്മളുടെ ഈ പരാതിക്കാരിയായ കുട്ടിയുടെ അച്ഛനും മറ്റൊരു പേരൻറ്റ് മറ്റൊരു കുട്ടിയുടെ പേരൻറ്റും കൂടി സെക്രട്ടറിനെ വന്നു കണ്ടു. ഇതേമാതിരി തന്നെ പറഞ്ഞു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, ഈ ഒരു കുട്ടിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് വന്നൊരു പരാതി തന്നു. അത് നമ്മളപ്പോൾ തന്നെ കമ്മീഷണർക്ക് SHOയ്ക്ക് നമ്മൾ ഫോർവേഡ് ചെയ്തു നമ്മുടെ പരാതി കിട്ടിയതനുസരിച്ച്. ഈ ഒരു 2 പരാതിയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന് മുമ്പിൽ മനു എന്ന ഈ ഒരു കോച്ചിൻ്റെ അഗൻസ്റ്റ് അറിയുന്നത്. അതാണ് കേരള ക്രിക്കറ്റ് അറിയുന്ന സംഭവങ്ങൾ. ഇത് വസ്തുതപരമായ സംഭവങ്ങൾ ഇതാണ്. ഇവിടെ നമ്മൾ മനുവിൻ്റെ പ്രവർത്തികൾ ന്യായീകരിക്കുന്നില്ല. വളരെ എന്താ പറയുക, നമ്മൾ കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായ സംഘടനയിൽ സംഭവിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ തന്നെയാണ് നടന്നിരിക്കുന്നത്. നമുക്കുണ്ടല്ലോ കുട്ടികളും പെൺകുട്ടികളും ചെറിയ കുട്ടികളും. പക്ഷെ നമുക്ക് 11 വയസ്സ് 13 വയസ്സ് കുട്ടികൾ ആ ഒരു രീതിയിലുള്ളവരുടെ ഇങ്ങനൊരു തോട്ട് പ്രോസസ്സ് കൂടി തന്നെ നമ്മൾ പോകുന്നില്ല. പിന്നെ നമുക്ക് അന്നത്തെ ഈ പറഞ്ഞ പേരൻസിൻ്റെ നമ്മൾ അവരോട് പറയുന്നതനുസരിച്ചാണ് രണ്ടാമത് എടുത്തത്. പക്ഷെ നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നത്. കാര്യം എല്ലാവരും പറയുന്നവർ തന്നെ ഇങ്ങനെ ഒരു പോസ്കോ കേസിൽ പ്രതിയെ ജാമ്യം കിട്ടി എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഉത്തരവില്ല. പക്ഷെ ഒരു മാനുഷികമായ അല്ലെങ്കിൽ നമ്മളൊരു അസോസിയേഷനിൽ ക്രിക്കറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു എയിം ഒരു ടാർഗറ്റഡായ ഒരു വ്യക്തിയായിട്ടാണ് ഇവരെല്ലാവരും വന്ന് ചിത്രീകരിച്ചത്. അത് ഈ പേരൻസ് ഒന്നും നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം, ഇൻഡിവിജ്വലി അന്വേഷിച്ചാൽ അവരാരും നിരാകരിക്കുന്നില്ല അല്ലെങ്കിൽ നിഷേധിക്കുന്നില്ല. ഇതാണ് അന്ന് നടന്ന വാസ്തവം.